നമുക്കിന്നൊരു ഇച്ചിരി മാങ്ങാച്ചാറിടാൻ പഠിച്ചാലോ? എളുപ്പത്തിലിടാം. ആദ്യം നമ്മൾ ഇതിപ്പോൾ 2 മാങ്ങയുണ്ട്, അത് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അതിനകത്തേക്ക് 1.5 ടീസ്പൂൺ മുളക് പൊടി, നോർമൽ മുളക് പൊടി മതി. അതിനകത്തൊരു നുള്ള് കായപ്പൊടി, ഒരു നുള്ള് ഉലുവപ്പൊടി, അത് രണ്ടും ഇടണം. അപ്പോൾ നമ്മൾ മാങ്ങ നമ്മുടെ പുളി അനുസരിച്ചിട്ടാണേ ഉപ്പിടേണ്ടത്. പുളി അനുസരിച്ചിട്ടാൽ മതി, നമുക്കറിയാമല്ലോ. അപ്പോൾ ഞാനിപ്പോൾ ഇതാ ഉലുവപ്പൊടിയും മറ്റേ ഒരു നുള്ള് കായപ്പൊടി ഇട്ടിട്ടുണ്ട്. അത് ഒരു പേരിന് മതി. പിന്നെ നമ്മൾ ഇത്തിരി ഉപ്പും കൂടെ, കാരണം നമ്മൾ തുടക്കക്കാരായതുകൊണ്ട് ചിലപ്പോൾ ഇതൊക്കെ കൂടാൻ സാധ്യതയുണ്ട്. എനിക്കത് പേടിയായതുകൊണ്ടാണ് ഞാനങ്ങനെ പറയുന്നത്. എന്നിട്ട് നമ്മളിത് നന്നായിട്ട് മിക്സ് ചെയ്യണം. മിക്സ് ചെയ്ത് തരുന്നതൊക്കെ അമ്മയാണ്, കാരണം ഈ വീഡിയോ എടുക്കണ്ടേ, അമ്മയ്ക്ക് അറിയില്ലല്ലോ വീഡിയോ എടുക്കാൻ, അതുകൊണ്ടാണ്. അപ്പോൾ നല്ല വൃത്തിയായിട്ട് നമ്മളതൊന്ന് സെറ്റ് ചെയ്ത് വെക്കണം. പിന്നെ അതിൻ്റെ കൂടെ 2 ടീസ്പൂൺ വെളിച്ചെണ്ണയും കൂടി ആഡ് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്മൾ എല്ലാം വെളിയിൽ വെച്ച് തന്നെയാണ് ചെയ്യുന്നത്. പിന്നീട് അതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്യണം. ഇതെന്ന് പറഞ്ഞാൽ നമുക്കൊരു 15 മിനിറ്റിൽ നമുക്കിത് ചെയ്യാം. 10 മിനിറ്റിനുള്ളിലാണ് അമ്മ ഇത് വെച്ചാൽ മാങ്ങയുടെ പച്ചമണം മാറുമ്പോഴനുസരിച്ച്. പിന്നെ ഇരുമ്പേട്ടി എടുക്കണം. ഇരുമ്പേട്ടിയിൽ നമുക്കുള്ള പാത്രം, അതിനകത്ത് ഇച്ചിരി വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഇച്ചിരി കൂടുതൽ കടുക് എടുത്തോട്ടെ, കാരണം കടുക് നമുക്ക് കൂടുതൽ വേണം. ഇച്ചിരി കൂടുതൽ എടുത്തോട്ടെ. നോർമലി ഇച്ചിരി കൂടുതൽ കിടക്കട്ടെ, അതുകൊണ്ട് അത്രയും കടുക് എടുക്കുക. അത് നന്നായി പൊട്ടിയതിന് ശേഷം തീ ഒത്തിരി കുറച്ച് വയ്ക്കണം കേട്ടോ. എന്നിട്ട് നമ്മൾ അതിനകത്തേക്ക് ഇച്ചിരി മുളക് പൊടി ഇടണം. മുളക് പൊടി ഇട്ട ഉടനെ മറ്റേ മാങ്ങയെല്ലാം അങ്ങ് തട്ടിയിട്ടേക്കണം, കാരണം മുളക് പൊടി കരിയുന്നതിന് മുമ്പേ നമ്മൾ മാങ്ങ അങ്ങ് തട്ടിയിടണം. മുളക് പൊടി ഇട്ട ഉടനെ ഇടണേ, അല്ലെങ്കിൽ മുളക് പൊടി കരിഞ്ഞു പോകും. എന്നിട്ട് ഒന്ന് അടച്ച് വെക്കണം. അടച്ച് വെച്ചിട്ട് ഒരു 10 മിനിറ്റ്, അതിനുള്ളിൽ നമുക്ക് മാങ്ങാച്ചാർ റെഡിയാണ്. അതിൻ്റെ ആ പച്ച മണമൊക്കെ പോയി. പിന്നെ ഇരുന്നാണിത് സെറ്റായിട്ട് വരുന്നത്. എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ. ഓക്കെ.